ബൈക്കിന്റെ എഞ്ചിൻ മുഴുവൻ അഴിച്ചിട്ടാലും പഴയപടിയാക്കാൻ നല്ല മെക്കാനിക്കിന് അധിക സമയമൊന്നും വേണ്ട. എന്നാൽ ഇത് കണ്ണുകെട്ടി ചെയ്യാൻ പറ്റുമോ? ബിജു മട്ടന്നൂരിന് പറ്റും. കൺകെട്ട് വിദ്യയൊന്നുമല്ല, ഒന്ന് കണ്ടു നോക്കൂ. മട്ടന്നൂരിൽ നിന്നും ചിസ്നീഷ് കാക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണ് തുറന്നു നിന്ന് പണിയെടുത്തിട്ടും പല വാഹനങ്ങളും പാതി വഴിയിൽ വീഴുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കണ്ണ് കെട്ടി എഞ്ചിൻ നന്നാക്കാനാവുമോ? ആകുമെന്നാണ് മട്ടന്നൂരിലെ ബിജുവാടൻ പറയുന്നത്. നമുക്ക് ബിജുവാടിനോട് തന്നെ ചോദിച്ചോക്കാം. ബിജുവാട്ട, പുരസ്കാരങ്ങൾ ഒരുപാട് തേടിയെത്തി, നമ്മൾ മുമ്പ് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണ് കെട്ടിയിട്ട് വണ്ടിയുടെ എഞ്ചിൻ നന്നാക്കും എന്നൊക്കെ പറയും, എന്താണത്? അത് മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്. ആ ആശയം നമ്മളെ AWKന്റെ സംസ്ഥാന പ്രസിഡന്റും ഞാനും ഒരു ദിവസം യാത്രാ മധ്യയിൽ ഇങ്ങനെ സാറിങ്ങനെ പല കാര്യങ്ങളും നമ്മളെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്രാവശ്യം ഇങ്ങനെ പല ആൾക്കാരും പല കഴിവുണ്ടാവുമല്ലോ, മെക്കാനിക് ഫീൽഡിൽ തന്നെ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ പല ഇത് പിന്നെ എന്തെങ്കിലും കൈവറ്റെല്ലാം ഉള്ള ആശയങ്ങൾ ഇങ്ങനെ പങ്കുവച്ചിട്ട് ഞാൻ സാറിനോട് പറഞ്ഞത് നമുക്ക് കണ്ണു കെട്ടിയിട്ട് എഞ്ചിൻ സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി വെച്ചാലോ എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. അങ്ങനെ AWKന്റെ സംസ്ഥാന സമ്മേളനത്തിൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പിന്നെ കണ്ണു കെട്ടിയിട്ട് 2019. നമ്മളെ ദാസമാഷ് അന്നേരം ജില്ലാ പ്രസിഡന്റാണ്. സാറിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇത് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരെ ഒന്നൊന്ന് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞ് ഒന്ന് പരിശ്രമിച്ച് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറിൻ്റെ അത് തള്ളണ്ടെന്ന് വെച്ച് ഞാൻ ദിവസം കുറച്ചിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും കസ്റ്റമർ വരും. കുറച്ച് ചെയ്ത് നോക്കിന്, പിന്നെ ഒരു ധൈര്യം മനസ്സിലുണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ചെയ്തു, അത് സക്സസ് ആയി. അങ്ങനെയാണ് ഇടപെടി. ആദ്യത്തെ ആ സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടവരുടെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു അങ്ങനെ തമാശക്ക് പറയുന്നതാണ് ഇത് കണ്ണും കെട്ടിയിട്ട് വേണേ സെറ്റാക്കാൻ. അങ്ങനെ ആ ഒരു ആശയം മനസ്സിൽ വന്ന് ചെയ്തു. സാധാരണ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു എഞ്ചിൻ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ എന്തെല്ലാം ഉണ്ടാകും, എവിടെയൊക്കെയാണ് ഈ പറയുന്ന ഒരു വാഷർ പോലും മാറാതെ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുന്നവർക്ക് നമുക്ക് ആ വാഷർ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ അറിയാം അത് എവിടെ ഇല്ല എന്നുള്ളത്. ഒരു വാഷർ പോലും മാറിയിട്ടില്ല. ഒരുപാട് മെക്കാനിക്കിന്റെ എല്ലാം മുന്നിൽ തന്നെ ചെയ്യുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ടൈമിംഗ് ഉണ്ട്. എഞ്ചിൻ ടൈമിംഗ് ആണ് കണ്ണു കെട്ടിയിട്ട് സെറ്റാക്കുമ്പോൾ ആ ടൈമിംഗ് പോയിന്റ് നോക്കിയിട്ടാണ് ചെയ്യുക. അത് നമുക്ക് ആ പോയിന്റ് നോക്കാതെ തന്നെ അതിന്റെ വാൾവിന്റെയും പിന്നെ ക്യാം ഷാഫ്റ്റിന്റെ എല്ലാം സെന്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര മണിക്കൂർ വേണം ഇങ്ങനെ ചെയ്ത് കണ്ണു? അത് ആദ്യം ഒരു 1.5 മണിക്കൂറുള്ള എടുത്തിന്, പിന്നെ 1 മണിക്കൂറിന് ഒന്നും വേണ്ടി വന്നില്ല. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ഈ 2019 ശേഷം ഇങ്ങോട്ടൊക്കെ തേടി എത്തിയിട്ടുണ്ട്. എന്തെല്ലാം കിട്ടിപ്പോ? ഇപ്പോൾ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് റെക്കോർഡാണ് കാര്യമായിട്ട് കിട്ടി. പിന്നെ അതിന് ശേഷം ഇപ്പം ഗോൾഡൻ ടാലന്റ് ഇത് കിട്ടി. പിന്നെ മട്ടന്നൂർ നഗരസഭ ആദരിച്ചിട്ടുണ്ട് മാനവം പരിപാടിയിൽ വെച്ചിട്ട്. അതേപോലെ ഒരുപാട് ക്ലബ്ബുകൾ ആദരിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദരിച്ചിട്ടുണ്ട്. ഈ ഒരു ബൈക്ക് നന്നാക്കുന്ന മേഖലയിൽ എത്തിയിട്ട് എത്ര വർഷമായിരുന്നു? ഒരു 37 വർഷത്തിന് മേലെയായി. അത് തന്നെയാണ് പ്രധാനമായിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു കഴിവുണ്ടാവും. ഞാനതാ വിചാരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പണി ഇപ്പോൾ വാഹനം നന്നായി കഴിഞ്ഞാൽ അത് ഓടണം. അത് ഓടിയിട്ടില്ലെങ്കിൽ ആരും തൃപ്തിയാവില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ ഫീൽഡ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടില്ലേ കസ്റ്റമറും മെക്കാനിക്കും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് വെച്ചാൽ നന്നാക്കി കൊടുത്ത വണ്ടിയാണ് വീട്ടിൽ കൊണ്ട് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഈ കസ്റ്റമേഴ്സിന് ആർക്കും ഇത് അറിയില്ല. ഞാൻ 3-4 കൊല്ലം മുമ്പേ ഈ വിഷയം നമ്മളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചിന്. ഇങ്ങനെ ഉള്ള പ്രശ്നമുണ്ട്. കാരണം ഒരേ കംപ്ലൈൻറ്റ് എല്ലാ വണ്ടിക്കും വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ നന്നാക്കി പോകുന്ന മാത്രം പോരാ. ഒരേ കംപ്ലൈൻറ്റ് എല്ലാ വണ്ടിക്കും വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം വരുന്ന കസ്റ്റമറെ കൂടുതൽ എടുക്കല്ലോ.
അറിയാത്ത കസ്റ്റമർ ഒന്നും ഒരിക്കലും എടുക്കാൻ നിൽക്കില്ല. കാരണം പിറ്റേ ദിവസം അവർ വന്നിട്ട് നമ്മൾ ചീത്ത വിളിക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ E20 പെട്രോളിന്റെ ഇതാണ് ആ കാർബേറ്ററിന്റെ ഫോട്ടോ എല്ലാം ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടാണ്. കസ്റ്റമർ ഇപ്പോൾ കാർബേറ്റർ കംപ്ലൈന്റ് ആയിട്ട് വന്നാൽ ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷെ ഞാൻ ഒരു ഗ്യാരണ്ടി ആയിരിക്കും കൊടുക്കില്ല. നമ്മൾ ഈ എഞ്ചിൻ അഴിച്ചതിന് ശേഷം ഇത് ഓക്കെ ആണോ എന്ന് അറിയണമെങ്കിൽ ഓടിച്ചു നോക്കണ്ട, അങ്ങനെ ചെയ്തിട്ടാണോ? അതെ, അത് ഫസ്റ്റ് നമ്മൾ 2019 കണ്ണൂർ വെച്ച് നടന്നതിൽ വണ്ടി കൊണ്ടുപോയി എഞ്ചിൻ അയച്ച് അതിന്റെ മേലെ തന്നെ ഓടി വന്ന വണ്ടി അയച്ചിട്ട് സെറ്റ് ചെയ്ത് പിന്നെ വീണ്ടും ഓടിച്ചിട്ടാണ് കാണിച്ചു കൊടുത്തിട്ടാണ് ഓടിച്ചത്. പിന്നെ തൃശ്ശൂരും പാലക്കാടെല്ലാം ചെയ്ത് നമുക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയില്ല. അവിടെ സെറ്റ് ചെയ്ത് അതെല്ലാം ഒരുപാട് മെക്കാനിക്കിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ എഞ്ചിൻ നമ്മളെ കൈമേൽ ഇപ്പോഴും ഉണ്ട്, ഇപ്പം വെച്ചാൽ ഷാർട്ടാവും. ഇതിലുള്ള ഒരു പിന്തുണ എങ്ങനെയാണ്? നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർ? പിന്നെ നമ്മളെ അസോസിയേഷനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ. നമ്മളെ സംസ്ഥാന പ്രസിഡന്റും അതേപോലെ ജില്ലാ സെക്രട്ടറി അല്ല എന്ത് കാര്യത്തിലെന്ന് വെച്ചാല് പുള്ളി സോഷ്യൽ മീഡിയ ആയിട്ടെല്ലാം നല്ല കൈകാര്യം ചെയ്യുന്ന ആളാണ്. ജില്ലാ സെക്രട്ടറി സംഗീത മഠത്തിൽ അത് ഇപ്പൊ ഞാൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്, 10 അംഗ കമ്മിറ്റിയിലുള്ള ഒരാളാണ്. അവരുടെ ഫുള്ള് സപ്പോർട്ടാണ്. നമ്മളെ 10 അംഗ ആൾക്കും അതുപോലെ തന്നെ എല്ലാ യൂണിറ്റിലും എല്ലാ മെക്കാനിക്കും നമുക്ക് സപ്പോർട്ടാണ്. ഒരുപാട് ഉയരങ്ങളിലെത്താൻ വേണ്ടി അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാവരും. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ണ് തുറന്നിട്ട് നടക്കുമ്പോൾ തന്നെ നേരാൻ വണ്ണ എല്ലാ പരിപാടിയും നടക്കുന്നില്ല. ആ സമയത്താണ് ഇത്രയേറെ പണിയുള്ള എഞ്ചിൻ പൂർണ്ണമായും അടിച്ച് അത് കണ്ണ് കെട്ടി റീസെറ്റ് ചെയ്ത് അത് വാഹനത്തിൽ സെറ്റ് ചെയ്ത് ഓടിക്കുന്ന ഒരു സാഹചര്യം. അത് വലിയൊരു കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ജിസ്മിഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.